എന്തായി? എന്റെ പേര് വിളിക്കാറായി. മാനേജിംഗ് ഡയറക്ടർ ഏത് തരത്തിലുള്ള സ്വഭാവക്കാരനാണെന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അങ്ങേരുടെ വീട്ടിലെ വേലക്കാരനെ കമ്പനി അടിച്ചാണ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയത്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ അറിയുന്നതെന്ന് അവനോട് പറഞ്ഞോ? അത് ഞാൻ പറയൂ. അങ്ങേരുടെ മോക്ക് കല്യാണാലോചനയായിട്ട് വന്നിരിക്കുന്ന ബ്രോക്കർ ആണെന്നാണ് അവിടെ പറഞ്ഞത്. എടുക്കാൻ എന്നിട്ട് കാര്യം പറ. അതെ, അങ്ങേര് ആളൊരു നിരീശ്വരവാദിയാ. ഈശ്വര വിശ്വാസികളോട് ഭയങ്കര ദേഷ്യ. അങ്ങേര് നല്ലൊരു ക്രിക്കറ്റ് പ്രേമിയാ. കപിൽ ദേവ് എന്ന് പറഞ്ഞാൽ ചാവും. ഈ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കി നീ അങ്ങനെ സോപ്പിട്ടാ മതി, നിനക്ക് ജോലി ഉറപ്പാ. ഇതെല്ലാം ശരിയാവോടെ? ഉറപ്പാ, എല്ലാം ശരിയാവും. നീ എനിക്കൊരു ചാൻസ്. അന്നാറെ കണ്ണനും തന്നാലായത്. എന്തൊക്കെ ചോദിച്ചു? ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. ഈശ്വരവിശ്വാസിയാണെന്ന് മാത്രം ചോദിച്ചു. എന്താ മിസ്റ്റർ നന്ദകുമാരൻ തമ്പി? അതെ. നമസ്കാരം. നമസ്കാരമുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടേക്ക് യുവർ സീറ്റ്. ജോസഫ് സാർ തനിച്ചാണ് ഇന്റർവ്യൂ നടത്തുന്നത്. ജോസഫ് സാറോ? അതെ, മാനേജിംഗ് ഡയറക്ടർ ജോസഫ് സാർ അല്ലേ? MD ജോസഫ് സാറാ. പുള്ളി അങ്ങ് ഹെഡ് ഓഫീസിലാ. ഇപ്പൊ അകത്തിരുന്ന് ഇന്റർവ്യൂ നടത്തുന്നേ പേഴ്സണൽ മാനേജരാ, ചിദംബരകൃഷ്ണ അയ്യർ. പുള്ളി ആളെങ്ങനെ? മനസ്സിലായില്ല. അല്ല, ആള് നിരീശ്വരവാദിയല്ലേ? ഈശ്വരിൽ വിശ്വാസമൊന്നും ഇല്ലല്ലോ. കൊള്ള. ദിവസവും കുറഞ്ഞത് 4 പ്രാവശ്യവും കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുന്ന ഈശ്വര ഭക്തനാ. ക്രിക്കറ്റ് പ്രേമിയല്ലേ? കൊള്ള. കഴിഞ്ഞ ആഴ്ച ഓഫീസ് സമയത്ത് ഇരുന്ന് ക്രിക്കറ്റ് കമന്ററി കേട്ടതിന് അദ്ദേഹം 3 പേരെ ഓൺ ദി സ്പോട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുക. എനിക്ക് അകത്തോട്ടൊന്ന് പോകണം. ഇന്റർവ്യൂവിന് പോയിരിക്കുന്നത്. അതൊക്കെ കയ്യിലിരിക്കട്ടെ. വെരി ഗുഡ്. ITIക്ക് എത്ര % മാർക്ക് ഉണ്ടായിരുന്നു? പാസ് മാർക്കേ ഉള്ളൂ സാർ. പക്ഷെ ഇതെന്റെ സ്വന്തം കഴിവുകൊണ്ട് നേടിയതാണ് സാർ. ചിലര് പ്രയത്നിക്കാതെ ഏത് സമയവും ഈശ്വരനെ ഭജിച്ചുകൊണ്ട് നടക്കും. സത്യം പറഞ്ഞാൽ സ്ഥിരമായി ക്ഷേത്രത്തിൽ പോകുന്നവരോട് എനിക്ക് പുച്ഛമാണ് സാർ. പിന്നെ ഞാനൊരു ക്രിക്കറ്റ് പ്രേമിയാണ് സാർ. ക്രിക്കറ്റ് എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. ടെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നം വന്നാലും എന്നെ കിട്ടൂല. കുറച്ചുകൂടി കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഷാർജ കപ്പ് കാണാൻ ദുബായി പോയെന്നെ. ഫിഷർ കമ്പനിയിൽ എന്നെ പിരിച്ചുവിടാൻ തന്നെ കാരണം ഈ ക്രിക്കറ്റ് പ്രേമമാണ്. അതിന്റെ MD ക്രിക്കറ്റ് അറിഞ്ഞുകൂടാത്ത ഒരു തെണ്ടിയായിരുന്നു. തെണ്ടിയോ? അയാള് ചെയ്തോടോ ശരി. ചെറുപ്പക്കാരെ അലസന്മാരും മടിയന്മാരും ആക്കുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. അത് സാർ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലേ? ജോലിയോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ക്രിക്കറ്റ് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് ദൈവവിശ്വാസമില്ലാതെ നടക്കുന്ന തനിക്കൊന്നും നമ്മുടെ ജോലിയിലിടൂ. യു മേ ഗോ. യെസ്, ചിദംബരകൃഷ്ണൻ ഹിയർ. യു സെൻഡ് ഹിം ടുമോറോ. ഐ വിൽ ബി ഹിയർ. നമ്മൾ നേരത്തെ സംസാരിച്ചതല്ലേ? ഡോണ്ട് വറി, ആളെ ഇങ്ങോട്ട് വിട്ടേക്കൂ. ഞാൻ ഏറ്റു. ഓക്കെ സാർ, സത്യത്തിൽ ഞാൻ ഈശ്വര വിശ്വാസിയാണ് സാർ. സ്പോർട്സിലും ഗെയിംസിലും ഒന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. ചില സമയത്ത് എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഓർമ്മയില്ല. ഈ മെന്റലായിട്ട് ഭ്രാന്തൊന്നുമല്ല. മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ. ഗെറ്റ് ഔട്ട്. സാറ് തന്നെ മുൻകൈ എടുത്ത് എനിക്ക് ജോലി മേടി തരണം. വേണ്ട രീതിയിൽ കാണാം. സോറി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. എന്നെ വേണമെങ്കിൽ അടിച്ചോ. നന്ദു, ആരാ? മനസ്സിലായില്ല. തള്ള, നിങ്ങൾ ആരാണെന്ന്? തള്ളയോ? ആരാടാ നിന്റെ തള്ള? അല്ല അമ്മച്ചി. ഏതമ്മച്ചി? കല്യാണിക്കുട്ടി അമ്മ എന്ന് വിളിച്ചാ മതി. ഞാനേ കുറച്ചു ദിവസം ഇവിടെ ഇല്ലായിരുന്നടാ മോനെ. ഇന്ന് എത്തിയതേ ഉള്ളൂ. വന്നപ്പോതേ വീടൊക്കെ പൂട്ടിക്കിടക്കുന്നു. ഏതായാലും നീ എത്തിയല്ലോ. വാതിൽ തുറക്ക്. ഞാൻ നിന്നിമോളെ ഒന്ന് കാണട്ടെ. നിന്നിമോളെ. നിങ്ങൾക്ക് വീട് മാറിപ്പോയി. ഇവിടെ നിമ്മി എന്ന പേരിൽ ആരുമില്ല. ഞങ്ങൾ അവിവാഹിതരാ. നിന്നോട് ചോദിച്ചോ? മോനെന്നെ പറ്റിക്കാൻ നോക്കുവല്ലേ? അങ്ങനെ എനിക്ക് വീട് മാറുമൊന്നുമില്ല. നിന്നിമോളെ, നിന്നിമോളെ, നിമ്മി. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് വട്ട് കേസാ. ഇവനെ കുറിച്ചായിരിക്കും കാതർക്ക ഇന്ന് വൈകുന്നേരം നമ്മുടെ അടുത്ത് പറഞ്ഞത്. ശരിയാ. ദൈവമേ, പുലിവാലാവോ? എന്ത് പറഞ്ഞു വിടും? ഞാനൊന്ന് നോക്കട്ടെ. മോളെ, മോളെ. അമ്മച്ചി, നിമ്മി മോള് ചത്തുപോയി. ഇപ്പൊ എനിക്ക് ഉറപ്പായി യവനോ കർത്താടാളാ.
എന്റെ നിമ്മിമൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാത്തിനെയും വെട്ടി നുറുക്കും ഞാൻ. അമ്മച്ചി ഇവൻ വിവരമില്ലാത്തതല്ലേ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആളും തരാൻ നോക്കി തമാശ പറയണം. അമ്മച്ചി എനിക്കറിയാം നിമ്മുമോൾ എവിടെ ഉണ്ടെന്ന്. എവിടാ? അതെ ഇന്നത്തെ വൈകുന്നേരത്തെ ട്രെയിനിൽ കയറി ആലുവയ്ക്ക് പോയി. നേരാണോ? സത്യം. നീ പറയുന്നോണ്ട് ഞാൻ വിശ്വസിക്കാം. ഈ അമ്മച്ചിക്ക് അറിയാം ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എവിടാന്ന്? പിന്നെ എനിക്കറിയാം മേലെ. എന്താ? അല്ല ഇപ്പൊ അവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ട് ആലുവയ്ക്ക്. നേരാണോ? വേഗം ചെല്ലേ. എന്നാ ഞാൻ അയ്യോ വണ്ടി കൂലിക്ക് കാശില്ല. ഞാൻ തരാം. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോയാ മതി. വലത്തോട്ട് തിരിഞ്ഞ് നേരെ? അയ്യോ അത് തികയത്തില്ല. അയ്യോ ഇവനെ എന്നങ്ങനെ പുറത്തേന്ന് പറയുന്നത് ലിസ്റ്റിനും വണ്ടി ഒന്നും ഇല്ലേ? നേരത്തിനായിന്നറിയോ നിങ്ങളോട് എണീറ്റായിട്ട് ഉച്ച കണ്ണടക്കാനും സമ്മതിക്കില്ലേ? അല്ല അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാന് എന്താ നിങ്ങൾ ഉദ്ദേശം? വീണ്ടും വന്ന അയ്യേ അത് ഞാൻ പോയിട്ട് വേണ്ടേ തിരിച്ചു വരാൻ? അതാണ് ഇന്നലെ രാത്രി ഒച്ച ആളെനൊക്കെ കേട്ടത്. പിന്നെ നീ പറഞ്ഞെന്ത്? ഞാൻ വിചാരിച്ച പോലെ പ്രേതമായിരിക്കും. പ്രേതത്തിനേക്കാൾ സ്ട്രോങ് ആണ് ഈ സാധനം. എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇതൊരു കൊല്ലാപ്പായി തീരും. പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യോ എനിക്ക് വിശക്കുന്നു. കാപ്പിക്കെന്താ പലഹാരം? ഇടിയപ്പം താറാവിറച്ചി എന്താ എടുക്കട്ടെ? ജ്യൂസ് ഇട്ട്. അയ്യോ ഒന്ന് വേഗം വേണം. എന്റെ ദൈവമേ ഇവരെ പറഞ്ഞുവിടാൻ എന്താണ് വഴി? വെട്ടാൻ വരുന്ന പോത്തിനോട് വേറെ ഓതിയിട്ട് കാര്യമില്ല. ഇവരെ അടിച്ച് പുറത്താക്കണം, അതേ വഴിയുള്ളൂ. അതൊരു മഹാഭാവം. വന്നിട്ട് ഒരു മിനിറ്റ് ഇതേ തലക്ക് സ്ഥിരമില്ലാത്ത സ്ത്രീയാണ്. ചൂടായതുകൊണ്ടും ബലം പ്രയോഗിച്ചോണ്ടൊന്നും കാര്യമില്ല. അല്പം ബുദ്ധി ഉപയോഗിച്ചാലേ കാര്യം നടക്കും. വരും. ഇത് കൊള്ളാമല്ലോ മലയാളി. അയ്യോ ഇത് ശരിയാവില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം. വേറൊരു ഐഡിയ ഉണ്ട്. അയ്യ വേണ്ട വേണ്ട വേണ്ട, ഞാനൊരു പ്ലാൻ പറയാം. നീ ഒട്ടും പറയണ്ട. മാറി അമ്മച്ചി നമുക്ക് കടല് കാണാൻ പോവാം. കടല വാങ്ങാനോ? കടലല്ല, കടല്, അറബിക്കടല്. അവിടെ എന്റെ നിമ്മിമോള് വരുവോ? പിന്നെ നിമ്മിമോൾ അവിടെ കാത്തിരിക്കുമല്ലേ. എന്നാ നമുക്ക് ഇത് ഞാൻ എടുത്താട്ടെ. കുട്ടും അത് അവിടുന്ന് വാങ്ങിച്ചു തരാം. എങ്ങനെയാണ്? അമ്മച്ചോ നിമ്മിമോള് കണ്ട കണ്ടില്ലേ? നോക്കട്ടെ ഇവിടെ നിൽക്കണേ. ഇത് നിമ്മി അല്ലല്ലോ. അത് നിമ്മിയല്ല. തള്ള പിറകെ വരുന്നുണ്ട്. പിടിച്ചോ, കൈ പിടിച്ചോ. അത് നിമ്മി നിമ്മിമോളല്ലായിരുന്നു. ആളുളുക്കി. നമുക്ക് വെട്ടിപ്പാ. ഇത് വേണോടെ? വേണ്ട, നീ ഒന്നും പറയണ്ട. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഈ സ്ലീപ്പിംഗ് പിൽസ് എന്നൊക്കെ പറയുന്നത് ഡോസ് സ്വല്പം കൂടിപ്പോയ തള്ള തട്ടിപ്പോകുന്നു. വേണ്ട, സിമ്പതി വേണ്ട. നീ വാ. അമ്മച്ചി, കടൽക്കാറ്റ് കൊണ്ട് ക്ഷീണിച്ച് വന്നതല്ലേ, ഒരു ഗ്ലാസ് ഹോർലിക്സ് കുടിച്ചാട്ടെ. അമ്മച്ചിക്ക് നല്ല വിശപ്പുണ്ട് മക്കളെ, കുറെ എന്തെങ്കിലും കഴിക്കണം. ആദ്യം ഇത് കഴിച്ചാട്ടെ, പിന്നെ വിശപ്പിന്റെ കാര്യം പോലും അമ്മച്ചി മിണ്ടൂല്ല. അല്ലേ നന്ദു? കുടിക്കട്ടെ മോനെ.
വേറേക്കും അങ്ങോട്ട് എന്താണ് ഇവിടെ ഒരു ഓട്ടം തൊഴില്? അത് പിന്നെ ഞങ്ങള് ഇത് ഇവന്റെ അമ്മ എന്റെ അതെ സർ, എന്റെ ഒരേ ഒരു അമ്മയാണ്. തലയ്ക്ക് നല്ല സുഖമില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇപ്പോഴാ ഇവിടെ കിടക്കുന്നു. തലയ്ക്ക് സുഖമില്ലാത്ത വീട്ടിൽ പൊട്ടിയിടണം. ബാക്കിയുള്ള ജോലി ഉണ്ടാക്കി വെക്കാൻ എടുത്തോണ്ട് പോ. സാറോട് ഒരു കൈ സഹായിച്ച കൈ ഒപ്പിക്കാതെ എടുത്തോണ്ട് പോ. എന്നാ വേണ്ട അമ്മേ, അമ്മേ, കൃഷ്ണൻകുട്ടിയാണ് അമ്മേ. അമ്മയുടെ ഓമന മകൻ. ആരെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് കൊണ്ടുപോവാ. പോലീസ് വരുന്നവരും ഓടിക്കോ.